നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജേക്കബ് ആലപ്പാട്ട്. പ്രധാന വാർത്തകൾ. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഇടവകയിൽ ആചരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം CLC സംഘടനയുടെ മീറ്റിംഗ് നടന്നു. വാർത്തകൾ വിശദമായി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഇടവകയിൽ ആചരിച്ചു. സെന്റ് ജോർജ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഇടവകയിൽ ആചരിച്ചു. പരിശുദ്ധ കുർബാനയ്ക്കും ലതീഞ്ഞിനും നോവേനയ്ക്കും സ്നേഹം നിറഞ്ഞ വികാരി ജോണച്ചൻ നേതൃത്വം നൽകി. യൂണിറ്റിന്റെ കാഴ്ച സമർപ്പണവും വിശുദ്ധനെ പരിചയപ്പെടുത്തലും മധുര വിതരണവും ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ റോമൻ മതപീഡനങ്ങളുടെ ഇടയ്ക്ക് ധീര രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് തൻ്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തി. തിന്മകളുടെ ശക്തികൾക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സമിതിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന തീരുമാനങ്ങൾ. മെയ് 31 പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറ്റവും മധുര വിതരണവും SSLC +2 എന്നീ ക്ലാസ്സുകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. കുട്ടി കൂട്ടായ്മകൾ യൂണിറ്റുകളിൽ തുടങ്ങുവാൻ വേണ്ട ചർച്ചകൾ യൂണിറ്റിൽ തുടങ്ങുവാൻ തീരുമാനിച്ചു. 5 കിലോ പേപ്പർ വേസ്റ്റ് കൊടുത്താൽ ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ ഒരു ബൈബിൾ പ്രിന്റ് ചെയ്ത് മിഷൻ സ്റ്റേഷനുകളിൽ നമ്മുടെ പേരിൽ വിതരണം ചെയ്യും. അതുകൊണ്ട് ബൈബിളുകൾ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇടവകയിൽ പേപ്പർ പേസ്റ്റ് കളക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 യൂണിറ്റുകളിൽ വൃക്ഷത്തൈ നടുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CLC സംഘടനയുടെ മീറ്റിംഗ് നടന്നു. വികാരിയച്ചൻ അധ്യക്ഷനായ മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ. മെയ് 2, 3 തീയതികളിൽ നമ്മുടെ ഇടവകയിലെ ഭവനങ്ങൾ സന്ദർശിച്ച് വേസ്റ്റ് കളക്ഷൻ നടത്തുവാനും അങ്ങനെ കിട്ടുന്ന തുകയുടെ ഒരു ഭാഗം പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും തീരുമാനിച്ചു. മെയ് 10 തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 6:30 വരെ 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ഫോർമേഷൻ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചു. ഈ വർഷത്തെ CLC ട്രിപ്പ് മെയ് 23 ആയിരിക്കും. 22ാം ജന്മദിനം ആഘോഷിക്കുന്ന ടിന ഫ്രാൻസിസിനെ ജന്മദിന ആശംസകളുമായി കുടുംബാംഗങ്ങൾ. ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സെന്റ് സേവിയർ യൂണിറ്റ് അംഗങ്ങളായ അറക്കൽ ബെന്നി അനു ദമ്പതികൾക്ക് വിവാഹ വാർഷിക ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ചാനൽ. അറിയിപ്പുകൾ. മെയ് 3 അടുത്ത ഞായറാഴ്ച വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ഇടവകയിൽ ആചരിക്കുന്നു. മെയ് 3 ഞായറാഴ്ച ഒന്നാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ഇടവകയിൽ ആചരിക്കുന്നു. അന്നേ ദിവസത്തെ വായനകൾ സെന്റ് ജോസഫ് യൂണിറ്റ്. മെയ് 3 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLM മീറ്റിംഗ് ഉണ്ടായിരിക്കും. മെയ് 3 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മാതൃവേദി യോഗം ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 8 രണ്ടാം വെള്ളിയാഴ്ച 6 മണിക്ക് കപ്പേളയിൽ പതിവുള്ള ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് 6:30 ദേവാലയത്തിൽ വിശുദ്ധ ബലി ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 10 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 10 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KCYM മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 10 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 6:30 വരെ CLC ഫോർമേഷൻ ക്യാമ്പ് ഉണ്ടായിരിക്കും. എല്ലാ CLC അംഗങ്ങളും ക്യാമ്പിൽ സംബന്ധിക്കേണ്ടതാണെന്ന് വികാരിച്ചൻ അറിയിക്കുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച
ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.